ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ ഒരു യുദ്ധക്കപ്പലായിരുന്നു HMS ബിർക്കൻഹെഡ്. സൈനികർ അടക്കം സ്ത്രീകളും കുട്ടികളുമായിട്ട് 643 പേരടങ്ങുന്ന ഒരു സംഘം സൈമൺ ബേയിൽ നിന്ന് അൽഗോവ ഉൾക്കടലിനെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്. 1852 ഫെബ്രുവരി മാസം 26-ാം തീയതി ഗൻസ്ബാക്കിന് സമീപം ഉള്ളതായ ഡേഞ്ചർ പോയിന്റിൽ വെള്ളത്തിനടിയിൽ മൂടപ്പെട്ട് കിടക്കുന്നതായ വലിയ പർവ്വതത്തിന്റെ ശിഖരം പെട്ടെന്ന് കാണില്ല. കടൽ വെള്ളം അതിന്റെ മുകളിൽ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ഡേഞ്ചർ പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ തട്ടി ഈ കപ്പൽ തകർന്നു. HMS ബിർക്കൻഹെഡ് തകർന്നു. ഈ കപ്പലിൽ അധികം ഒന്നും ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല. 3 ലൈഫ് ബോട്ടേ ഈ കപ്പലിൽ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഈ കപ്പലിൽ നിന്ന് ലൈഫ് ബോട്ടുകൾ പുറത്തെടുത്ത് കപ്പൽ നിയമമുണ്ട്. അതായത് ആദ്യത്തെ ചാൻസ്, ഒന്നാമത്തെ അവസരം സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. അങ്ങനെ ആദ്യം ഇറക്കിയതായ ലൈഫ് ബോട്ടിൽ സ്ത്രീകളും കുട്ടികളും അടക്കം അത് നിറഞ്ഞു. അങ്ങനെ അതിന്റെ ക്യാപ്റ്റനായിട്ട്, ആദ്യത്തെ ലൈഫ് ബോട്ടിന്റെ ക്യാപ്റ്റനായിട്ട് ലഫ്റ്റനന്റ് റസൽ എന്ന് പറയുന്ന ഒരു 17കാരനായ ചെറുപ്പക്കാരനെയാണ് അതിന് നിയോഗിച്ചിരുന്നത്. അദ്ദേഹം ബോട്ട് നീക്കുവാനുള്ള എല്ലാം ചെയ്തു. അങ്ങനെ ബോട്ട് പതുക്കെ നീങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ ലൈഫ് ബോട്ടിന്റെ സൈഡിൽ തൂങ്ങി ഒരു മനുഷ്യൻ നിൽക്കുക. ബോട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ബോട്ടിൽ നിറയെ ആൾക്കാരാണ്. ഇനി അതിനകത്ത് ഒരാളെ പോലും കയറ്റുവാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഒരാൾ കൂടി കയറിയാൽ ഈ ബോട്ട് മുങ്ങും. അതിന്റെ പരമാവധി ആൾക്കാരെണ്ണമാണ് അതിൽ കയറ്റിയിരിക്കുന്നത്. ഉടനെ ഒരു സ്ത്രീ ഈ ബോട്ടിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ആ സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അത് എൻ്റെ ഭർത്താവാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്, അദ്ദേഹത്തെ രക്ഷിക്കണം. ഉടനെ റസൽ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ഒരാളെ കൂടി ഇതിനകത്തെ കയറ്റിയാൽ ഈ ബോട്ട് മുങ്ങും. അതുകൊണ്ട് അദ്ദേഹം പിന്നെ അധികമൊന്നും വൈകിയില്ല, അധികമൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അതിനുശേഷം അദ്ദേഹം അക്രമകാരികളായിരിക്കുന്ന ഈ സ്രാവുകളുള്ളതായ ഇടമാണത് ആ കടലിലേക്ക് ഇദ്ദേഹം എടുത്തു ചാടി. ഉടനെ തന്നെ സ്ത്രീകളും കുട്ടികളും ആ ബോട്ടിൽ തൂങ്ങിക്കിടക്കുന്നതായ മനുഷ്യനെ പിടിച്ച് അകത്ത് കയറ്റി. ഇവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം റസൽ വെള്ളത്തിന്റെ, അഥവാ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉച്ചത്തിൽ നിലവിളിച്ചു. ഈ നിലവിളിക്കിടയിൽ അവർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ദൈവം അങ്ങയെ രക്ഷിക്കും സാർ, ദൈവം അങ്ങയെ രക്ഷിക്കും സാർ. ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി റസൽ എന്ന് പറയുന്നതായ ഈ ക്യാപ്റ്റൻ തന്റെ ജീവനെ പണയം വെച്ചു. തന്റെ ജീവനെ അതിനുവേണ്ടി വെടിഞ്ഞു. ഇതുപോലെ തന്നെയാണ്, ഇതിലും വലിയ കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത്. സെന്റ് പീറ്റർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി 6 മണിക്കൂർ കാൽവരി മലയിലെ ക്രൂശിൽ യേശു തൂങ്ങിക്കിടന്നു. അദ്ദേഹം വളരെയധികം പരവശനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഉടനെ അവിടെയുള്ളതായ ഭടന്മാർ പുളിച്ച വീഞ്ഞ് യേശുവിന് ഒരു തണ്ടിന്മേൽ കെട്ടി
അവന് കൊടുത്തു. അവൻ യഥാർത്ഥയോടെ കുടിച്ചു. അതിനുശേഷം യേശു ഇപ്പോൾ എല്ലാം നിവൃത്തിയായി, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ്, പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് സ്വന്തം തോളിലേക്ക് തലചായിച്ച് യേശു തന്റെ പ്രാണനെ വിട്ടു. ഈ സംഭവങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന, ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന, ഇതുവരെ തന്റെ ക്രൂശീകരണത്തിന് എല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന ശതാധിപൻ ആ ക്രൂശിന്റെ ചുവട്ടിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഇവൻ ദൈവപുത്രനായിരുന്നു സത്യം. അവിടെ നടന്ന സംഭവ വികാസങ്ങൾ മുഴുവൻ ഈ മനുഷ്യൻ മനസ്സിലാക്കി. എന്നിട്ടാണ് പറയുന്നത്, ഇവൻ ദൈവപുത്രനായിരുന്നു സത്യം. മാനവജാതിയുടെ, മാനവവർഗത്തിന്റെ പാപത്തെ ശിരസ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ താൻ 6 മണിക്കൂർ നേരം ആ കൊടുംചൂടിൽ ആ കൽവറി മലയുടെ നെറുകയിൽ അവൻ കിടന്നു. അവന്റെ ശരീരമാസകലം മുറിവുകളും ചതവുകളുമാണ്. രക്തം ധാരയായി ഒഴുകുന്നുണ്ട്. തലയിൽ മുൾമുടിയാണ് വെച്ചിരിക്കുന്നത്. മുഖത്തെ താടിരോമങ്ങളെല്ലാം പിഴുതു പറിച്ചെടുത്ത് വീങ്ങി വികൃതമായി മുഖമാകെ അടിച്ച് വികൃതമാക്കിയിരിക്കുകയാണ്. ശരീരമാസകലം ഉഴവുചാലുകൾ നീളത്തിൽ കീറിയതുപോലെ ശരീരമാസകലം പൊട്ടിക്കീറി രക്തം ധാരയായിട്ടൊഴുകി. കൈകാലുകൾ ആണിയാൽ ക്രൂശോട് ചേർത്ത് ബന്ധിച്ച് കിടക്കുന്ന യേശു. അവങ്കിലേക്ക് നോക്കിയാൽ നമുക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗമുണ്ട്. ദൈവം അങ്ങയെ രക്ഷിക്കും സാർ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആ പദം വായ്പയെടുത്തിട്ട്, കടമെടുത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. അത് ക്രിസ്തു യേശുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിച്ച് പാപക്ഷമയ്ക്ക് വേണ്ടി യാചിച്ചാൽ നമുക്കും രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. റസൽ ആ ഒരു മനുഷ്യന് വേണ്ടി തന്റെ പ്രാണനെ ത്യജിച്ചുവെങ്കിൽ മാനവ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു തന്റെ പ്രാണനെ ത്യജിച്ചു. ശരീരമാസകലം മുറിവുകളേറ്റു. ആ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്, നമുക്ക് വിടുതലുണ്ട്. അവനൊഴുക്കിയതായ രക്തത്താൽ പാപക്ഷമയുണ്ട്. ആകയാൽ ക്രിസ്തുവിലേക്ക് മടങ്ങി വരാം. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവർ വലിയ അപകടത്തിന്റെ മധ്യത്തിലാണ് വന്നു നിൽക്കുന്നത്. അവർ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് വന്നു നിൽക്കുന്നത്. മദ്യപാനത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ നീർച്ചുഴിയിൽപ്പെട്ട് ഉടലുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ സഹോദരനെ സഹോദരി രക്ഷിക്കുമാറാകണമേ എന്നടിയും പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ മുഖാന്തരം പ്രതിസന്ധിയിലാണെങ്കിൽ, കടബാധ്യത പ്രതിസന്ധിയിലാണെങ്കിൽ അവർ രക്ഷിക്കുമാറാകണമേ. പ്രാർത്ഥനയ്ക്ക് സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.